ജന്തർ മന്ദർ ജൻപത് റോഡിലെ ചുവരുകളാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. ഇവിടെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, പ്രതിഷേധക്കാർ എഴുതി വച്ചിരിക്കുകയാണ് ബാൻ ആർ എസ് എസിനെ നിരോധിക്കണം എന്നുള്ള ആവശ്യം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഈ ചുവരുകളാകെ ഓരോ എഴുത്തുകൾ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇൻക്ലാബ് സിന്ദാബാദ് എന്നിവിടെ എഴുതി വച്ചിരിക്കുന്നു. ഇത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. പലതരം വാചകങ്ങളാണ്, ചില ചീത്ത വാചകങ്ങളുമുണ്ട് എന്നത് നമ്മൾ പറയാതെ പോകരുത്. യൂണിറ്റി ഈസ് പവർ, യൂണിറ്റി ഈസ് പവർ, ഐക്യമാണ് ബലം എന്ന രൂപത്തിൽ ഒരു വാചകം അവിടെ എഴുതി വച്ചിരിക്കുന്നു. അടുത്തതാകട്ടെ ഫുദ്ദു എന്ന് പറഞ്ഞാൽ മണ്ടൻ എന്ന രൂപത്തിലാണ്. വിശ്വഗുരു എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി അറിയപ്പെടുന്നത്. അതിന് പകരം ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ് ഫ്രീ BJP സ്റ്റുഡൻസ് കില്ലേഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയെ BJP മുക്തമാക്കുക എന്നുള്ളതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്ന മറ്റൊരു വാചകം. ഡൽഹി പോലീസിനെ ആക്ഷേപിച്ചുകൊണ്ട്, ഡൽഹി പോലീസിനെ പരിഹസിച്ചുകൊണ്ടുള്ള വാചകങ്ങൾ കൂടിയുണ്ട്. ദില്ലി പോലീസ് അല്ല, ഡൽഹി പോലീസാണ് എന്നുള്ളതാണ്. അതൊരു ചീത്ത വാചകമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ചുവരുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ബൈ ബൈ മോദി എന്ന രൂപത്തിൽ കാണാം. പാറ്റയുടെ ഒരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്താലേ ഒരു പാറ്റയുടെ ചിത്രം ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ അടുത്ത് സോനം വാങ്ചുക്കിൻ്റെ ഒരു ചിത്രവും കാണാം. രൂപത്തിൽ ഏതായാലും ഡെമോക്രസിയാണ് പ്രധാനം എന്ന രൂപത്തിലുള്ള ചില വാചകങ്ങളും ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് ദില്ലി ജന്തർ മന്ദർ ജൻപത്ത് റോഡിലെ ചുവരിലെ കാഴ്ചയാണ്. ഇതിന് അപ്പുറത്ത് മറ്റൊരു കെട്ടിടമാണ്. ഇവിടെ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഒപ്പം ബാരിക്കേഡിലൊക്കെ വിദ്യാർത്ഥികൾ ഡൽഹി പോലീസിനെ പരിഹസിച്ചുകൊണ്ടുള്ള ചില വാചകങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അതിലും പ്രതിഷേധം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ഈ വിധത്തിൽ ചുവരുകളിലൊക്കെ പ്രതിഷേധ വാചകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ജന്തർ മന്ദറിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ ദില്ലി.